അപ്പോൾ എത്ര രൂപ വേണം ഈ പറയുന്ന എമർജൻസി ഫണ്ടിലേക്ക്? ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഇതിന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. കുറഞ്ഞത് നിങ്ങളുടെ 3 മാസം മുതൽ 6 മാസം വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ അത്യാവശ്യ ചെലവുകൾ നടന്നു പോകാനുള്ള അത്രയും പണം, അതായിരിക്കണം നിങ്ങളുടെ എമർജൻസി ഫണ്ട്. എന്തൊക്കെയാണ് ഈ അത്യാവശ്യ ചെലവുകൾ? കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. നിങ്ങളുടെ വീട്ടുവാടക, നിങ്ങളുടെ ഹോം ലോണിന്റെ EMI, നിങ്ങളുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇനി വെള്ളത്തിന് നിങ്ങൾ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ബില്ല്, നിങ്ങൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യാനുള്ള യാത്രാ ചെലവുകൾ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഒരു മാസം ചെലവാക്കുന്ന തുക, അതാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ട്. അപ്പോൾ ഒന്ന് കൂട്ടി നോക്കിക്കേ. ഒരു മാസം നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് ചെലവാക്കാൻ 30,000 രൂപയാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ എമർജൻസി കിറ്റ് അഥവാ സർവൈവൽ കിറ്റായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറഞ്ഞത് 90,000 രൂപ മുതൽ 1,80,000 രൂപ വരെയാണ്. അതായത് നിങ്ങളുടെ 3 മാസം തൊട്ട് 6 മാസം വരെയുള്ള അത്യാവശ്യ ചെലവുകൾക്കായിട്ടുള്ള പണം. ഇതൊരു വലിയ തുകയാണല്ലോ. പേടിക്കണ്ട, ഇതൊരു മാരത്തോൺ ഓട്ടം പോലെയാണ്. ഒറ്റയടിക്ക് ഓടി തീർക്കേണ്ട സ്പ്രിന്റ് അല്ല. പതുക്കെ പതുക്കെ ഘട്ടങ്ങളായിട്ട് നമ്മൾക്ക് ലക്ഷ്യത്തിലെത്താം. ഒരു ചെറിയ ടിപ്പ്: നിങ്ങളൊരു ഫ്രീലാൻസറോ ബിസിനസ്സുകാരനോ ആണെങ്കിൽ കുറഞ്ഞത് 9 മാസമെങ്കിലുമുള്ള അത്യാവശ്യ ചെലവുകൾക്കുള്ള ഫണ്ട് മാറ്റിവെക്കുന്നത് നിങ്ങളുടെ ലൈഫിന് കുറച്ചുകൂടെ കോൺഫിഡൻസ് തരും. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് സെറ്റ് ചെയ്തു. നിങ്ങളുടെ 3 മാസം തൊട്ട് 6 മാസം വരെയുള്ള അത്യാവശ്യ ചെലവുകൾ. പക്ഷേ ഈ പണം എവിടെയാണ് സൂക്ഷിക്കേണ്ടത്?